എൻ്റെ തലയുടെ മുകളിലെല്ലാം നട മുന്തിരിയാണ്. മുന്തിരി ഒരു നെൽപ്പാടത്തിനടുത്താണ്. എല്ലാവരും ഞങ്ങൾ ഒത്തിരി വലഞ്ഞു പോയാനെ. നെക്സ്റ്റ് മധുരയ്ക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. അതെങ്ങനെയാണ് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആവുന്നുണ്ടോ? പിന്നെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് മാത്രം ഇവിടെ മഴ പെയ്തിട്ട് ഒരു പച്ചപ്പില്ലല്ലോടാ, ഒരു കരിഞ്ഞു തുടങ്ങിയിരിക്കുന്ന പോലെ. കണ്ട കണ്ട അടിപൊളി. നമ്മളിപ്പോൾ കമ്പന്തേനിയാണ് ഉള്ളത്. ഇവിടെ ഒരു ചെറിയൊരു മുന്തിരി ഫാം. അവിടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോവാം. മുന്തിരിയൊക്കെ വിളഞ്ഞു വരുന്നേ ഉള്ളു. പൊട്ട നമ്മളിപ്പം മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നടക്കുകയാണേ. എൻ്റെ തലയുടെ മുകളിലെല്ലാം മുന്തിരിയാണ്. മുന്തിരി വിളഞ്ഞു വരുന്നുണ്ട്, ഇടയ്ക്കൊക്കെ വിളഞ്ഞു നിൽപ്പുണ്ട്, ബാക്കിയെല്ലാം പൊട്ടാട്ടോ. കണ്ട ഫുള്ള് മുന്തിരിത്തോട്ടത്തേക്കൂടെ നടക്കുകയാണേ. നല്ല പച്ച മുന്തിരി വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. അടിപൊളി. പൊട്ടുമുണ്ട്, വിളഞ്ഞു വരുന്നുമുണ്ട്. എനിക്ക് കളർ കൂട്ടണ കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കളർ കൂട്ടണേ. അതിന് പ്രത്യേക ഫിൽറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കമ്പന്തേനി യാത്ര നല്ല സൂപ്പർ യാത്ര അല്ലോടാ. അടിപൊളി കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥ, സൂപ്പർ വൈബ്. അതെ, ആ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഇവിടെ മുന്തിരിങ്ങയൊക്കെ ഇത് വിളഞ്ഞിട്ടില്ല, വിളയാത്തുള്ള ഒരു ഇതാണ്. പക്ഷെ ഓക്കെയാണ്, കുഴപ്പമില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. അവിടെ ചെറിയൊരു കട കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ ചായ കുടിക്കാം. നമ്മളിപ്പോൾ തേനി റോഡ്, ഇവിടെ നിന്ന് 32 കിലോമീറ്റർ കൂടെ തേനിക്ക്. ഇതാണ് ഓലയൊക്കെ മേഞ്ഞ ഒരു ചായക്കട. തമിഴറിയാത്തതുകൊണ്ട് ഈ ബോർഡ് വായിക്കുന്നില്ല. ഒടുക്കത്ത മധുരം. നമ്മളിപ്പോൾ നിൽക്കുന്നതേ നമ്മുടെ പോകുന്ന വഴിയിൽ ഒരു നെൽപ്പാടത്തിനടുത്താണ്. നെൽപ്പാടം എന്ന് പറഞ്ഞാൽ എന്നാ ബ്യൂട്ടിയാണ് കേട്ടോ. അതിൻ്റെ പുറകെ കാണുന്ന കേട്ടോ, ഇതാണ് സ്ഥലം. സെറ്റല്ലേ? എന്നാ ബ്യൂട്ടിയാണോ. മേഘമൊക്കെ ആണെങ്കിൽ ഒരു രസമായിട്ട് കിടക്കുമോ. സെറ്റാണേ. ഈ കാണുന്ന നെൽവയൽ കൃഷി തുടങ്ങി എനിക്ക് ഏകദേശം ഒരു 2-3 മാസം നെല്ല് കിളുത്ത് വന്നൊരു സമയമാണ്. സ്ഥലം ഈ സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമ്മുടെ കേരളം പാലക്കാട് കാണുന്ന അതേ ഒരു ഫീലാണ് ഈ കാണുന്ന ഈ വയലുകളും മല, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളം പോലുള്ള കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് കട്ട് ചെയ്തിട്ടാണ് അവർ ഈ കൃഷിയിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ്, നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ നല്ല നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ശ്രീനാഥ് എന്താ പറയാനുള്ളത്? അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പ് ഇന്നു മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. സ്ഥലങ്ങൾ എവിടെയൊക്കെ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ചോദിച്ച് പറഞ്ഞങ്ങ് പോവുക. ചോദിച്ച് പോവാം. ഇന്നലെ ഏകദേശം രാത്രി വളരെ 9:30 ഓടുകൂടിയാണ് ഞങ്ങളിവിടെ ഇന്നലെ വന്നത്. റൂം കിട്ടാനായിട്ട് നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് റൂം കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ ഒത്തിരി വലഞ്ഞു പോയാനെ. എന്നാലും ഞങ്ങളൊരു 9:30 ഓടുകൂടി റൂമിലെത്തി. ഫുഡെല്ലാം പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്ന് ഫുഡെല്ലാം കഴിച്ചതാണ്. കുറേ കാണുന്നതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച സ്ഥലം, മധു റെസിഡൻസി, ഗ്രാൻഡ് റെസിഡൻസി. വിൽസൺ അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. ഇന്നലെ ഇവിടെ മധു
ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. മോനി വാ. കുഴപ്പമൊന്നുമില്ല, സംഭവങ്ങളൊക്കെ നന്നായിട്ട് രാവിലെ ഇനി പല സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകാനുള്ള പരിപാടികളാണ്. ഇനി ഞങ്ങളിപ്പോൾ രാവിലെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം ഫുള്ള് കൊടൈക്കനാലാണ് നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മധുരയ്ക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. അതെങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം ആസ്പർദ വിത്തൗട്ട് പ്ലാനിങ്ങിൽ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കൃത്യം 9:05 ആയിട്ടുണ്ട്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു താഴെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ്. കഴിച്ചതിന് ശേഷം രാവിലെ ആദ്യം ലേക്ക് പോയിന്റിലേക്ക് പോവുകയാണ്. അതിനുശേഷമാണ് ഇന്നത്തെ തീരുമാനം. ഇന്ന് മൊത്തം മാക്സിമം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു തീർക്കാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ പോയി കാണുന്ന മാക്സിമം സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മൾ രാത്രി ഇവിടെ വന്ന സമയത്ത് ഒന്നും കണ്ടില്ല. ഇപ്പോഴാണ് കൊടൈക്കനാൽ ഒന്ന് കാണുന്നത്. ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നലെ booking.com വഴിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. അപ്പം 1000 രൂപയായിരുന്നു റൂമിന് റെന്റ് അവർ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് പിന്നെ ടാക്സ് പറഞ്ഞു, ചൂടുവെള്ളത്തിന് സെപ്പറേറ്റ് പൈസ, ചൂടുവെള്ളത്തിന് 300 രൂപ. അത് രാത്രി വന്നൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് ബാത്റൂമിൽ കയറിയപ്പം ചൂടുവെള്ളം ഇല്ല. ഉച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് രാവിലെ 7:30 തൊട്ടേ ചൂടുവെള്ളമുള്ളൂ. അപ്പോൾ രാത്രി നമ്മൾ ചൂടുവെള്ളത്തിന് 300 രൂപ കൊടുത്താൽ അത് രാവിലെ ആ ചൂടുവെള്ളം കിട്ടത്തുള്ളൂ. എന്നിട്ട് രാവിലെ ചൂടുവെള്ളം കിട്ടിയതോ അത് തണുത്ത വെള്ളം തന്നെ ആയിരുന്നു. പക്ഷെ അതിന് ഇച്ചിരി ഒരു ചൂടുണ്ടായിരുന്നു. അപ്പം ഹോട്ടലൊക്കെ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. നമ്മൾ ആ വെജിറ്റേറിയൻ ഹോട്ടലിൽ തപ്പിപ്പോവുകയാണ്. നമ്മൾ വരുന്ന സമയത്താണ് ഗൈഡുകളൊക്കെ ശരിക്കും റോഡിൽ തന്നെ നിൽപ്പുണ്ട്. രാത്രിയിലായാലും ഫുൾ ടൈം ഗൈഡുകളൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ അവരെ അടുത്ത് പോയി വീഴരുത്. കാരണം അവര് എന്താ പറയുക, റൂമിനൊക്കെ നല്ല റെന്റാണ് പറയുന്നത്. അത് സീസൺ അല്ലാഞ്ഞിട്ട് പോലും നമുക്ക് ഭയങ്കര റെന്റാണ് പറയുന്നത്. അപ്പം ബുക്ക് ചെയ്ത് വരുന്നതാണ് എപ്പോഴും നല്ലത്. ഫോട്ടോ എടുക്കുന്നില്ലേ? ഓരോരുത്തർ അപ്പുറം അപ്പുറം കഴിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതാ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഏതാണോ പോകുന്നത്? എവിടെ പോകുന്നത്? ലേക്ക് പോയിന്റ്. നമ്മളിപ്പം ലേക്ക് വ്യൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ലേക്ക് വ്യൂവിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് നമ്മൾ ഇതുതന്നെ ബോട്ടിങ്ങിലേക്ക് കിടക്കാനുള്ളൊരു പരിപാടിയിലേക്കാണ് 3 പേർക്ക്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഏകദേശം 200 രൂപ പറഞ്ഞു. അപ്പം ഞങ്ങൾ ബോട്ടിങ്ങിലാണ് അടുത്ത പരിപാടി. അപ്പം ബോട്ടിൽ കയറിയിട്ട് ബാക്കി വിശേഷം ഇവിടെ അത് വന്ന് എടുത്തേ വന്ന് അത് കഴിഞ്ഞിട്ട് உங்களுக்கு கொரோனா அதில் ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആവുന്നുണ്ട് നമ്മൾ. എന്താ പറയുക, ഞങ്ങളുടെ ഇപ്പോൾ ബോട്ടിങ് എടുത്തിട്ടുണ്ട്. രാവിലെ 10 മണിയായി. അപ്പം ലേക്ക് പോയിന്റ് അല്ലേ? ചേട്ടാ പേരെന്താ? ചേട്ടാ പേരെന്ത്? രാജ. ഡി രാജയാണ് അല്ല. വണ്ടി ഓടിച്ചാണ്ട് വീഡിയോ കോൾ ചെയ്തു. നീ പറ. ഇന്നലെ അടിച്ച സാധനത്തിൻ്റെ ഇന്നലെ അടിച്ചത് ഇവിടുത്തെ ഏതോ ലോക്കൽ ബിയറാണ്. ആ സാധനം അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രീനാഥിന് തലയ്ക്ക് വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. സോ അത് ഇവിടുത്തെ ഉന്നത അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് മാത്രമേ ഇവിടുന്ന്. കാരണം എന്ത് സംഭവം എന്ന് വെച്ചാൽ ആ ഒരു നമ്മളുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ അങ്ങനെ കഴിച്ചതുകൊണ്ടുള്ളൊരു ഇത് ചിലപ്പോൾ അതുകൊണ്ടേ ആയിരിക്കാം. പക്ഷെ എന്നാലും ശ്രീനാഥിനെ അത് നെഗറ്റീവായിട്ട് തന്നെയാണ് എഫക്റ്റ് ചെയ്തത്.
ചെയ്തത്. സോ അദ്ദേഹം ഇവിടുത്തെ ഉന്നത അധികാരികളുമായിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ കൊടൈക്കനാലിൽ വിടൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ. ഈ സാധനം നമ്മുടെ കൂടെ വരുന്നുണ്ടോ? നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു നല്ല തണുപ്പ്. അപ്പോൾ നമ്മൾ കൊടയിലേക്കിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വ്യൂ കണ്ടു. വ്യൂ അടിപൊളി. അടുത്ത ആൾക്കാരൊക്കെ ബോട്ടിങ്ങിന് വന്നു തുടങ്ങി. ഇപ്പോൾ സീസൺ ടൈം ആണ്. അടുത്ത ബോട്ട് തന്നെ ഇറങ്ങുന്ന. ഹായ് ഹായ്